ഹായ് ഡിയേഴ്സ്, ഈ ഒക്ടോബർ മാസം നിങ്ങൾക്കെങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന്. സ്ട്രെങ്ത്, ദ സൺ, 5 ഓഫ് പെൻറ്റക്കിൾസ്, the Fool, Knight of Pentacles. നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം. ശാന്തമായി ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സ്വാധീന ശക്തി ഉപയോഗിക്കുക. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, പക്ഷേ ആത്മവിശ്വാസം കുറവാണ്. നിങ്ങളുടെ കോർ എനർജിയുമായി, നിങ്ങളുടെ ആന്തരിക ശക്തിയുമായി കണക്റ്റ് ചെയ്യുക. ഈ ചിത്രത്തിലെ സ്ത്രീ തൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ചാണ് ആ സിംഹത്തിനെ മെരുക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എത്രയൊക്കെ ചലഞ്ചസ് വന്നാലും, എത്ര റിസ്ക് നിറഞ്ഞ സാഹചര്യമാണെങ്കിൽ പോലും കനിവോടെ, കൃപയോടെ ആ സാഹചര്യത്തെ മെരുക്കിയെടുക്കുക. അതായത് പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അനുകൂലമാക്കി മാറ്റുക. സ്നേഹമായിരിക്കണം ഈ മാസത്തെ നിങ്ങളുടെ ശക്തിയുടെയും ദിശയുടെയും മുഖം. ഈ കാർഡ് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ്. ടാരറ്റ് കാർഡ്സിലെ വളരെ നല്ല പോസിറ്റീവായ കാർഡ്സുകളിൽ ഒന്നാണിത്. വളരെ കാലമായി ചികിത്സയിലായിരുന്നു നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ചികിത്സകൾ ഫലിച്ചു തുടങ്ങും. അതുപോലെ പുതിയ നല്ല ശീലങ്ങൾ നിങ്ങൾ പരിശീലിച്ച് തുടങ്ങുകയും ചെയ്യും. അതിനാൽ ശരീരത്തിന് പുതിയ ഉണർവ് ലഭിക്കുകയും ചെയ്യും. ഏറെ കാലമായി കുട്ടികളില്ലാതിരുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേൾക്കാൻ സാധിക്കും. ഓൾറെഡി കുട്ടികൾ ഉള്ളവർക്കാണെങ്കിൽ അവർ മൂലം സന്തോഷമുണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പതുക്കെ പതുക്കെ ഹീലാകുന്നുണ്ട്. ഈ ഒരു മാസം മുതൽ നിങ്ങളിൽ നല്ല ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഇൻസെക്യൂരിറ്റീസ് മൂലം പ്രോബ്ലംസ് അനുഭവിക്കുന്നവർക്കും ഈ മാസം ഒരു പുത്തനുണർവ് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കരിയർ, സാമ്പത്തികപരമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണിത്. ഒട്ടും തൃപ്തിയില്ലാത്ത ഒരു ജോലി നിങ്ങൾ ഉപേക്ഷിക്കുന്നു. അതായത് ഒരു പക്ഷേ നിങ്ങൾ അർഹിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം അവിടം. നിങ്ങൾ അർഹിക്കുന്ന ഒരു പരിഗണനയും ഒരു ആനുകൂല്യവും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടാകില്ല. നിങ്ങളുടെ ബേസിക് നീഡ്സ് പോലും അവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് നേടാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. ചിലർക്കാണെങ്കിൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലവും ആ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നതാകാം. അതുപോലെ ചിലർ അവരുടെ പണം ഏതോ ഒരു സ്ഥാപനത്തിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ആ പണം നഷ്ടമാവുകയോ അല്ലെങ്കിൽ വിചാരിച്ച തുക അല്ലെങ്കിൽ പലിശ അവിടെ നിന്ന് ലഭിക്കാത്തത് മൂലം വിഷമത്തിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ്. ഇവിടെ ചിലർ പുതിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് കടക്കുന്നുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഒട്ടും ശരിയാവാത്ത ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്നുമുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു പക്ഷേ ഫോഴ്സ് ചെയ്യുന്നുണ്ടാകും, മതി വിട്ടേക്കൂ എന്ന് പറയുന്നുണ്ടാകും. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി നിങ്ങൾക്കറിയില്ലെങ്കിലും ഈ യാത്ര എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ് എന്നൊരു കൺഫർമേഷനാണ് ഈ കാർഡ് നൽകുന്നത്. ഇവിടെ നിങ്ങളിൽ ചിലവർ ഓവർ തിങ്കിങ് ധാരാളമായി നടത്തുന്നുണ്ട്. ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഓവർ തിങ്കിങ് അത് അത്ര നല്ലതല്ല. അതുപോലെ ഇവിടെ ഒരുപാട് സാഹസിക മനോഭാവമുള്ളവരുമുണ്ട്. നിങ്ങളുടെ ഈ സാഹസിക മനോഭാവത്തിൽ ലോജിക് എന്ന ചേരുവ കൂടി ഉപയോഗിക്കുക എന്നൊരു മെസ്സേജും ഈ കാർഡ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക.
ഹൃദയം പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുക. ചിലർക്ക് ഒരു വിവാഹ നിശ്ചയം, വിവാഹം, ഗർഭധാരണം ഇവയ്ക്കൊക്കെ ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, പുതിയ ആളുകളെ കണ്ടുമുട്ടാനും അവർ മൂലം നിങ്ങൾക്ക് സന്തോഷവും പുതിയ കാഴ്ചപ്പാട് നിങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഈ കാർഡ് പ്രായോഗികതയും സ്ഥിരതയും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത്ര വേഗത്തിൽ നീങ്ങാൻ സാധ്യതയില്ല എന്ന ഒരു മുന്നറിയിപ്പും ഈ കാർഡ് നൽകുന്നുണ്ട്. പക്ഷേ എന്തായാലും അവസാനം വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഓരോ ദിവസവും ചെറിയ ശ്രമങ്ങൾ കൊണ്ട് വലിയ ഫലങ്ങൾ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കുക. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന പോലെ ചെറിയ ചെറിയ എഫേർട്സ് എടുത്ത് ലക്ഷ്യം സാക്ഷാത്കരിക്കുക. സ്ഥിരതയോടെ പരിശ്രമിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഇതൊക്കെയാണ് ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. യൂണിവേഴ്സ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്.